ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമോ നമ. ശ്രീ മഹാദേവേ നമ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ജീർണമായ ഒരു അധ്യായത്തിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. അതെന്താ വെച്ചാൽ രക്തബീജ യുദ്ധം. ഇന്നലെ പറഞ്ഞല്ലോ, രക്തബീജം എന്ന് പറഞ്ഞാൽ ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 പേര് വരുന്നു എന്നുള്ള മുദ്രാവാക്യം പോലെയാണ് ഈ രക്തബീജാസുരൻ. ഒരു തുള്ളിച്ചോര താഴെ വീണാൽ എത്രയോ രാക്ഷസന്മാർ അതിന്ന് ഉയർത്തെഴുന്നേക്കും അവർക്ക്. അതുപോലെ പണ്ട് മൂട്ടേനെ പറയും രക്തബീജാസുരനാണെന്ന്. മൂട്ടേനെ ഉടച്ചു കഴിഞ്ഞാൽ കുറേ മൂട്ടകളുണ്ടാവും. അതുപോലെയാണെന്ന് പറയുന്ന ആ രക്തബീജനുമായിട്ടാണ് ഭഗവതി ദേവി യുദ്ധം ചെയ്യുന്നത്. ചണ്ടമുണ്ടന്മാരെ ദേവി വധിച്ചത് കണ്ട് പേടിച്ച് ശേഷിച്ച സൈന്യങ്ങൾ അമ്പുകൊണ്ട് ദേഹമാകെ ചോര ഒലിപ്പിച്ച് കൈയും കാലും മറ്റ് വേദന കൊണ്ട് പുളഞ്ഞുകൊണ്ട് അലറിക്കരഞ്ഞ് ശുംഭന്റെ അടുത്തേക്ക് ഓടിയെത്തിരി പറഞ്ഞു, മഹാരാജൻ, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, കാളി ഞങ്ങളെ ഭക്ഷിക്കാൻ വരുന്നേ. വാനവരെ ജയിച്ച ചണ്ടമുണ്ടന്മാരെ കൊന്നു സൈന്യങ്ങളെ തനിക്ക് ഭക്ഷണമാക്കി അവൾ കൊല വിളിക്കുകയാണ്. ഓർക്കളും ചോരക്കളമായിരിക്കുകയാണ്. സൈന്യങ്ങളുടെ തലയോടും മുടിയും ആ ചോരപ്പുഴയിൽ ഒഴുകി നടക്കുന്നുണ്ട്. അത് കണ്ടിട്ട് പേടി തോന്നുന്നു മഹാരാജൻ. ആശരാധീശ, സുരന്മാരാണെങ്കിൽ സന്തോഷം കൊണ്ട് ആർത്ത് വിളിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പാതാളത്തിലേക്ക് തിരിച്ചു പോകാം നമുക്ക്, അല്ലെങ്കിൽ ആ ദേവി എല്ലാം നശിപ്പിക്കും. അവരുടെ വാഹനമായ സിംഹവും ദൈത്യന്മാരെ ഭക്ഷണമാക്കുകയാണ്. ദേവി കൊല്ലും, സിംഹം തിന്നും. രാജൻ, നിങ്ങൾ രണ്ടാളെയും അവൾ വധിക്കും, ഉറപ്പ്, സംശയം വേണ്ട. ഒരു സ്ത്രീ കാരണം വംശം മുടിയും. ബന്ധുക്കളെല്ലാം കൊല്ലാൻ കൊടുത്ത് അവളെ നേടാമെന്ന് കരുതണ്ട കേട്ടോ. ജയവും തോൽവിയും ദൈവനിശ്ചയമാണ്. ഈ നിസ്സാരയായ പെണ്ണിന് വേണ്ടി നമ്മുടെ വംശത്തെ കുരുതി കൊടുക്കണമോ? ദേവന്മാരെ ജയിച്ച് സ്വർഗം കരസ്ഥമാക്കി അങ്ങയോട് ഈ ബാലിക യുദ്ധത്തിന് ആഗ്രഹിക്കുന്നത് അത്ഭുതം തന്നെയല്ലേ? പണ്ട് പുഷ്കരത്തിൽ തപസ് ചെയ്ത് വരുന്നേടിയത് ഓർമ്മയുണ്ടോ അങ്ങേക്ക്? ദേവന്മാരോ ദൈത്യന്മാരോ സർപ്പങ്ങളോ കിന്നരന്മാരോ ആണായി ജനിച്ചവരോ കൊല്ലാൻ പാടില്ല എന്ന്. ആ വാക്കുകൾ സത്യമാക്കാൻ ഒരു സ്ത്രീ നിന്നെ കൊല്ലാൻ ഒരുങ്ങി പുറപ്പെട്ടതായിരിക്കും. അവൾ മഹാമായയാണ്, മൂലപ്രകൃതിയാണ്, സമസ്ത ലോകങ്ങൾക്കും ഈശ്വരിയാണ് അവൾ. കൽപ്പാന്തത്തിൽ ഈ ബ്രഹ്മാണ്ടത്തെ സംഹരിക്കുന്നവളുമാണ്. സർവജ്ഞ, വേദമാതാവ്. സർവജ്ഞ ഇയാളെ വിളിക്കുന്നല്ല, ദേവീന്ന് പറയുന്ന സർവജ്ഞ, വേദമാതാവ്, ത്രിഗുണാത്മിക, ഗായത്രി തുടങ്ങിയതെല്ലാം അവൾ തന്നെയാണ്. ഇതൊക്കെ മനസ്സിലാക്കി അവളോടുള്ള വിരോധം ഉപേക്ഷിച്ച് അവളെ ശരണാഗതി അടയുകയാണെങ്കിൽ ആ ദേവി നമ്മെ രക്ഷിക്കും. അല്ലെങ്കിലോ അവളുടെ ആജ്ഞയനുസരിച്ച് വംശം രക്ഷിക്ക രാജൻ. ബാക്കിയുള്ള ദൈത്യന്മാരെങ്കിലും ജീവനോടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ വന്നിട്ട് കരഞ്ഞ് പറയാന്ന് ചെയ്യുന്നത്. വാനവരെ ജയിച്ച ശുംഭൻ തന്റെ ഭടന്മാരുടെ വാക്കുകൾ കേട്ട് വീരന്മാർക്ക് യോജിച്ച വിധത്തിൽ പറഞ്ഞു, ഹേ മൂഢന്മാരെ, യുദ്ധത്തിൽ തോറ്റാലും ധൈര്യം ഉപേക്ഷിക്കാമോ? വെറുതെ ജീവിച്ചാൽ മാത്രം മതിയെങ്കിൽ നിങ്ങൾ പാതാളത്തിലേക്ക് പോവുക. ഈ ജഗത്ത് ദൈവത്തിന്റെ അധീനതയിലാണ്. നമ്മളെപ്പോലെ തന്നെ ദേവന്മാരും ദൈവനിശ്ചയത്തിൽ അധീനരാണ്. എന്തൊക്കെയാണ് ശരി, പ്രയത്നം അത്യാവശ്യമാണ്. സുഖവും ദുഃഖവും, ജയവും പരാജയവും, ജനനവും മൃത്യുവും കാലഗതിക്കനുസരിച്ച് സംഭവിച്ചേ മതിയാകും. തത്വം പറയാൻ തുടങ്ങി. ആര്? ശുംഭൻ. പേരുകേട്ട തന്നെ അറിയാലോ, ശുംഭൻ. ഒരു പെണ്ണിനെ പേടിച്ച് ഒളിച്ചോടാൻ വീരന്മാർക്ക് സാധ്യമാണോ? പോരിന് വിളിക്കുമ്പോൾ ജീവന് വേണ്ടി തിരിച്ചോടുകയാണോ വേണ്ടത്? വീരന്മാർക്ക് ചേർന്ന പരിപാടിയാണോ അതൊക്കെ? വെറുതെ കുറെ കാലം ജീവിച്ചത് കൊണ്ട് എന്ത് നേട്ടമാണ് ലഭിക്കുക? ഒരു നേട്ടമുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എന്തൊക്കെ സംഭവിച്ചാലും യുദ്ധം ചെയ്തേ പറ്റും. ജയമായാലും ശരി, തോൽവിയായാലും പ്രയത്നം കൂടാതെ ആർക്കും ഒന്നും നേടാൻ സാധ്യമല്ല. വരാനുള്ളത് വന്നേ തീരും എന്നും പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കുന്നത് വീരുക്കളാണ്. വീരുക്കളുടെ ലക്ഷണമാണത്. എന്നെപ്പോലുള്ള ധീരന്മാരുടെ ലക്ഷണമല്ല. ദൈവത്തിന്റെ ബലം അധിഷ്ഠമാണെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നത് ബുദ്ധിമാന്മാർക്ക് ചേർന്നതാണോ? ദൈവമുണ്ടെന്ന ദൃഷ്ടാന്തമുണ്ടോ വലതും? ധാന്യം തിരികല്ലിലിട്ടാൽ പൊടിഞ്ഞു കിട്ടുമോ? ഇല്ലല്ലോ, കൈകൊണ്ട് തിരിച്ചു പൊടിക്കണ്ടേ? കാര്യം നേരണമെങ്കിൽ കഠിന പ്രയത്നം തന്നെ വേണം. ശുംഭന്റെ തത്വോപദേശം. ശുംഭൻ യുദ്ധം ചെയ്യാൻ ഉറച്ച തീരുമാനമെടുത്ത് തന്റെ സൈന്യാധിപനായ രക്തബീജനെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഹേ മഹാബാഹു രക്തബീജ, നീ തന്നെ യുദ്ധത്തിന് പോവുക. എന്റെ യുദ്ധപരാക്രമം കൊണ്ട് അവളോട് യുദ്ധം ചെയ്യുക.
രക്തബീജൻ പറയുന്നു, മഹിപതേ, ഒട്ടും ആശങ്കപ്പെടേണ്ട. ഞാൻ യുദ്ധം ചെയ്ത് അവളെ തോൽപ്പിച്ച് അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താം. പ്രകാരം പറഞ്ഞ് രക്തബീജൻ തേരിൽ കയറി യുദ്ധത്തിന് പുറപ്പെട്ടു. രക്തബീജൻ ചതുരംഗപ്പടയോടുകൂടി ദേവി സന്നിധിയിലെത്തി. രക്തബീജന്റെ വരവ് കണ്ട് ദേവി തന്റെ ശംഖമെടുത്ത് ഉച്ചത്തിൽ മുഴക്കി. സുരന്മാർക്ക് ആഹ്ലാദവും ദൈത്യന്മാർക്ക് പേടിയും ഉണ്ടാക്കി. ആ ശംഖാരവം കേട്ട് രക്തബീജൻ ചാമുണ്ടിയോട് പറഞ്ഞു, ചണ്ഡികേ, ശംഖനാദം കേട്ട് ഞാൻ പേടിച്ചോടുമെന്ന് കരുതണ്ട കേട്ടോ. ദേവിയോട് പറയുന്നു, യുദ്ധമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പോരിനിറങ്ങുക. എന്റെ യുദ്ധവീര്യം കാണണമെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യുക. നീതിശാസ്ത്രവും അർത്ഥവിജ്ഞാനവും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, സാഹിത്യ തന്ത്രജ്ഞാനാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുക. ധൂമ്രലോചനനെ പോലെ എന്നെ ചാമ്പലാക്കാമെന്ന് അഹങ്കരിക്കണ്ട നീ. നവരസങ്ങൾ 9 അതെനിക്കറിയാം. അതിൽ ശൃംഗാരവും ശാന്തിയും പ്രധാനമാണെന്ന് അറിവുള്ളവർ പറയുന്നു. വിഷ്ണു പൂമാതിലും ശങ്കരൻ ഉമയിലും ബ്രഹ്മദേവൻ വാണീദേവിയിലും എന്ന പോലെ എല്ലാ ജീവജാലങ്ങളും സംയോഗ സുഖത്തിൽ സുഖം അനുഭവിക്കുന്നു. ഈ സംസാര സുഖം കുറേ പ്രാവശ്യമായി ഈ ഓരോരുത്തന്റെ വകയും ഇത് വൃത്തികെട്ട വർത്താനം. ഈ സംസാര സുഖം കിട്ടാത്തവർ യതികളാകുന്നു. കാമക്രോധമോഹങ്ങൾക്ക് മുമ്പിൽ ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും എന്ത് സ്ഥാനമാണുള്ളത്? അതുകൊണ്ട് സുരജേതാക്കളായ ശുംഭനെയും നിശുംഭനെയും വരിച്ചാലും ദേവി രണ്ടാളും കല്യാണം കഴിച്ചോന്നു. രക്തബീജന്റെ വാക്കുകൾ കേട്ട് കാളിയും ചാമുണ്ടിയും അംബികയും ചിരിച്ചു. അങ്ങനെ രക്തബീജ യുദ്ധം എന്ന 27-ാം അധ്യായം ഭഗവത്പാദങ്ങളെ സമർപ്പിച്ചു നമ്മൾ. ഇനി രക്തബീജവധം അവനെ കൊല്ലാൻ പോകുന്നു ദേവി. കാളികൾക്ക് കൂടിക്കൊക്കെ നല്ല സുഖമായി. ഇവന്റെ ചോര നിലത്തുറ്റാൻ വിടൂല അവര്. രക്തബീജൻ ശുംഭന്റെ വീരപരാക്രമങ്ങളെ പറ്റി വർണ്ണിച്ചത് കേട്ട് ദേവി ചിരിച്ചും കൊണ്ട് വീണ്ടും യുക്തമായ വാക്കുകൾ പറഞ്ഞു. ഞാൻ ദൂതനോട് മുമ്പേ വിവരങ്ങളെല്ലാം പറഞ്ഞയച്ചിട്ടുണ്ടല്ലോ അല്ലേ? ശുംഭൻ പറഞ്ഞയച്ചു വന്നതല്ലേ നീ? അതുകൊണ്ട് ഒന്നുകിൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ പാതാളത്തിലേക്ക് തിരിച്ചു പോവുക. ദേവിയുടെ ഉച്ചത്തിലുള്ള വാക്കുകൾ കേട്ട് രക്തബീജൻ കോപം കൊണ്ട് കാലി തുള്ളി ദേവിയുടെ വാഹനമായ സിംഹത്തിന്റെ നേർക്ക് ശരവർഷം പൊഴിക്കാൻ തുടങ്ങി. ആകാശത്തിൽ പാമ്പുകൾ ചീറിപ്പായുന്നത് പോലെ അമ്പുകൾ പറന്നു വരുന്നത് കണ്ട് ദേവി അവയൊക്കെ തന്നെ ഖണ്ഡിച്ചു കളഞ്ഞു. അംബികയും അമ്പുകളെ നീട്ടി വലിച്ച് രക്തബീജന്റെ നേർക്ക് അയച്ചു. ആ അമ്പുകൾ കൊണ്ട് രക്തബീജൻ മൂർച്ഛിച്ചു വീണു. അത് കണ്ടു ദൈത്യന്മാർ ആഹാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു. ഭടന്മാർക്ക് കൊല്ലുന്നേ എന്നും പറഞ്ഞു ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ ആ ശബ്ദം ശുംഭന്റെ കാതിൽ ചെന്ന് പതിച്ചു. ഉടനെ തന്നെ ശുംഭൻ എന്ത് ചെയ്തു എന്നോ, എല്ലാ ദൈത്യന്മാരോടും യുദ്ധത്തിനിറങ്ങാൻ ആജ്ഞാപിച്ചു. അതിന് പ്രകാരം കാലകേയർ, കാംബോജർ തുടങ്ങിയ ദൈത്യന്മാരും യുദ്ധത്തിന് സന്നദ്ധരായി ഇറങ്ങി. ശുംഭന്റെ ആജ്ഞ അനുസരിച്ച് ചതുരംഗ സൈന്യം ഗർവിതരായി ദേവിയോട് യുദ്ധം ചെയ്യാൻ തുള്ളിച്ചാടി പുറപ്പെട്ടു. ഇത് കണ്ട് ചണ്ഡിക പെരുമ്പറ മുഴക്കി. ലോകം മുഴുവൻ കിടുകിടാ വിറച്ചു. ഞാണൊലിയും ശംഖനാദവും കൊണ്ട് യുദ്ധക്കളത്തിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. അത് കേട്ട് കാളിയും ഉച്ചത്തിൽ അലറി വിളിച്ചു. ഇവരുടെ ശബ്ദത്തിനൊപ്പം ദേവിയുടെ വാഹനമായ ഹരി എന്ന് പറഞ്ഞ സിംഹം ഉച്ചത്തിൽ അലറി. ഈ ശബ്ദങ്ങളെല്ലാം കേട്ട് ക്രോധം കൊണ്ട് ദാനവർ ദേവിയുടെ നേർക്ക് അമ്പുകൾ വർഷിക്കാൻ തുടങ്ങി. വാശിയോടെയുള്ള ആ യുദ്ധം കണ്ട് ദേവന്മാർക്ക് രോമാഞ്ചമുണ്ടായി. അവർ കടന്ന് രോമാഞ്ചെടുക്കേ വേണ്ടു. ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ ദേവിയുടെ സഹായത്തിനായി തങ്ങളുടെ ശക്തികൾ അവരവരുടെ ആയുധങ്ങളോടും വാഹനങ്ങളോടും കൂടി യുദ്ധത്തിനായി ഒരുക്കി നിർത്തി. ബ്രഹ്മശക്തിയായ ബ്രഹ്മാണി അരയന്നത്തിൽ കമണ്ഡലവും അക്ഷസൂത്രവും എടുത്ത് പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണുവിന്റെ ശക്തിയായ വൈഷ്ണവി താർക്ഷനെ വാഹനമാക്കി 4 കൈയിൽ ശംഖ്, ചക്രം, ഗദ, പത്മത്തോടുകൂടിയും മഞ്ഞപ്പെട്ട വസ്ത്രമെടുത്ത് പാമ്പിന്റെ കൈവളകളും മാലകളും അണിഞ്ഞ് ശങ്കരി കാളപ്പുറത്തും ത്രിശൂലധാരിയായ സ്കന്ധശക്തിയായി കൗമാരി വേലുമെടുത്തും മയിൽവാഹനത്തിലും ഇന്ദ്രശക്തിയായ ഇന്ദ്രാണി ഐരാവതത്തിൽ വജ്രായുധമെടുത്തും. അതെന്ത് ഈ ഒരു ദേവിമാര് വരുന്ന വെച്ചാൽ ആണുങ്ങൾക്ക് പിന്നെ കൊല്ലാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ദേവിമാര് സഹായിക്കാൻ. വരാഹമൊത്തൊരു ശക്തിയായ വരാഹിയും നാരസിംഹിയും യമശക്തിയായ യാമ്യ കാലദണ്ഡമായി പോത്തൻപുറത്ത് കയറിയും കുബേരശക്തിയായ കൗബേരിയും വരുണന്റെ ശക്തിയായ വാരുണിയും യുദ്ധത്തിന് ഒരുങ്ങി നിരന്നത് കണ്ട് ദേവിക്ക് വളരെയധികം സന്തോഷമായി. എന്തേ എല്ലാവരും വന്നുല്ലോ എന്നെ സഹായിക്കാൻ. ഇവരുടെ ഒക്കെ ശക്തിയും ധൈര്യവും കണ്ട് ദേവന്മാർക്ക് വളരെയധികം ആനന്ദവും ദൈത്യന്മാർക്ക് പരിഭ്രമവും ഉണ്ടായി.
ഈ ദേവിമാർ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ദേവിയോട് ശങ്കരൻ വന്നു പറഞ്ഞു, ദേവി, രക്തബീജനെ വേഗം വധിക്കുക. ദൈത്യന്മാരെ വധിച്ച് ദേവന്മാർക്ക് സമാധാനം ഉണ്ടാക്കിയാലും ഈ ദാനവന്മാരെയും അവരുടെ യജമാനന്മാരായ ശംഭനിശുംഭന്മാരെയും വധിക്കുക. യജ്ഞഭാഗം ദേവന്മാർ ഭുജിക്കട്ടെ, ബ്രാഹ്മണന്മാർക്ക് യാഗം ചെയ്യാൻ സാധിക്കട്ടെ, സർവചരാചരങ്ങൾക്കും സൗഖ്യമുണ്ടാവട്ടെ, ആദിവ്യാധികൾ ഇല്ലാതെ ആവട്ടെ, സസ്യസമ്പത്തുകളെ കൊണ്ട് ധര സന്തോഷിക്കുകയും ചെയ്യട്ടെ. ഇവരെല്ലാം മരിച്ചാലേ ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. സമസ്ത ജനങ്ങൾക്കും സുഖത്തെ പ്രദാനം ചെയ്യുന്ന മഹാദേവന്റെ വാക്കുകൾ കേട്ട് ചണ്ഡയിൽ നിന്നൊരു മഹാശക്തി പുറപ്പെട്ടു മഹാദേവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ദേവദേവ സ്മരാരേ, അങ്ങ് ദൂതഭാവം കൈക്കൊണ്ട് ശുംഭനിശുംഭന്മാരോട് പോയി പറയുക, സ്വർഗം ഉപേക്ഷിച്ച് പാതാളത്തിലേക്ക് ഗമിക്കാൻ. സ്വർഗത്തിലേക്ക് ദേവന്മാർ പോകട്ടെ, ശക്രൻ തന്റെ സിംഹാസനത്തിൽ ഇരിക്കട്ടെ, യജ്ഞഭാഗം ദേവന്മാർ ഭുജിക്കട്ടെ, ജീവിക്കാൻ മോഹമുണ്ടെങ്കിൽ ദൈത്യന്മാർ വസിക്കുന്ന പാതാളത്തിലേക്ക് പോകട്ടെ എന്ന് അങ്ങ് പോയിട്ട് അവരോട് പറയണം എന്ന് പറഞ്ഞു. ദേവിയുടെ വാക്കുകൾ കേട്ട് മഹാദേവൻ ദൈത്യ സദസ്സിൽ ചെന്ന് ശുംഭനോടായി പറഞ്ഞു, ഞാൻ ദേവിയുടെ ദൂതനാണ്, ത്രിപുരാന്തകനാണ്. നിങ്ങൾ സ്വർഗം വിട്ട് പ്രഹ്ലാദൻ വാഴുന്ന പാതാളത്തിലേക്ക് പോകണം. മരിക്കാനാണ് മോഹമെങ്കിൽ യുദ്ധത്തിനിറങ്ങുക. നിങ്ങൾക്ക് നന്മ വരാൻ വേണ്ടിയാണ് ദേവി എന്നെ പറഞ്ഞയച്ചത്. ഇപ്രകാരം ആ മഹാരാജ്ഞി പറഞ്ഞത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊന്നും എൻ്റെ വാക്കുകളല്ല, ദേവിയുടെ വാക്കുകളാണ്. മഹാദേവൻ തന്റെ ദൗത്യം നിർവഹിച്ചതിന് ശേഷം തിരിച്ചുപോയി. ദൂതനായ ശിവനെ ദൈത്യരുടെ സമീപത്തേക്ക് അയച്ചത് കൊണ്ട് ദേവി ശിവദൂതി എന്ന പേരിൽ വിഖ്യാതിയായി. അങ്ങനെ ഒരു പേര് ദേവിക്ക് കിട്ടി. ദേവിയുടെ വാക്കുകൾ കേട്ട് ദാനവർ രോഷത്തോടെ പോർച്ചട്ടയും അണിഞ്ഞ് ആയുധങ്ങളും എടുത്ത് ദേവി സന്നിധിയിലേക്ക് പാഞ്ഞു. ദേവിയുടെ നേർക്ക് ശസ്ത്രങ്ങൾ പേമാരി പെയ്യുന്ന മാതിരി ഇടപെടാതെ അയച്ചു. ശൂലവും വലിയ വായ തുറന്ന് ദാനവന്മാരെ വായിലിട്ട് ചവച്ചിറക്കി ഭക്ഷണമാക്കി. അരി കാളിയുദ്ധം ചെയ്യാൻ തുടങ്ങി. ബ്രഹ്മാണി തന്റെ കമണ്ടലുവിൽ നിന്ന് മന്ത്രജലം എടുത്ത് തളിച്ച് ദൈത്യന്മാരെ വധിച്ചുകൊണ്ടേയിരുന്നു. ബ്രഹ്മാണിക്ക് അതേ പറ്റുള്ളൂ, ചമച്ചു തിന്നാനൊന്നും പറ്റൂല. മാഹേശ്വരിയും കാളപ്പുറത്തേറി ത്രിശൂലം കൊണ്ട് ദൈത്യരെ ആഞ്ഞു കുത്തി വീഴ്ത്തി. ചക്രവും ഗതയും എടുത്ത് വൈഷ്ണവിയും ദൈത്യരുടെ ശിരസറുത്ത് നിലം പൊത്തിച്ചു. ഐരാവതത്തിൽ കയറി ഇന്ദ്രാണിയും തന്റെ വജ്രായുധം കൊണ്ട് ദൈത്യരെ പ്രഹരിച്ചു കൊന്നു വീഴ്ത്തി. വാരാഹ്യം തന്റെ തേറ്റ കൊണ്ട് അരക്കര കുത്തി മലർത്തി. നാരസിംഹം എന്ത് ചെയ്തു എന്നോ, തന്റെ കൂർത്തുമൂർത്ത നഖങ്ങളെ കൊണ്ട് ദൈത്യന്മാരുടെ മാറിടം പൊളിച്ചു ഭക്ഷണമാക്കുകയും ചെയ്തു. മാന്തി പൊളിച്ചത് പോരാണ്ട് തിന്നുകയും ചെയ്തു. ചോര മോന്തി 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 കുടിച്ച് ദാഹം തീർക്കുകയും ചെയ്തു. അട്ടഹാസം ചെയ്ത് ശിവദൂതിയും ദൈത്യരോട് ഏറ്റുമുട്ടി. ചാമുണ്ടയും കാളിയും ദാനവരെ കടിച്ച് ചവച്ച് തിന്നു. ദേവന്മാരുടെ കാര്യസിദ്ധിക്ക് വേണ്ടി കൗമാരി മയിലിന്റെ പുറത്തു വന്ന് ദൈത്യരെ വേലുകൊണ്ട് കുത്തി മലർത്തി. വാരുണി ആ അസുരന്മാരെ കയറുകൊണ്ട് കെട്ടി പിന്നിലേക്ക് തള്ളിവിട്ടു. ഇപ്രകാരം ദേവിയുടെ വിഭൂതികളായ മാതൃഗണങ്ങൾ ദൈത്യസേനയെ മുച്ചൂടും മുടിച്ചു. ബാക്കിയുണ്ടായിരുന്നവർ അംഗങ്ങൾ ഛേദിക്കപ്പെട്ട് ബുംബാരവം മുഴക്കി ഓടിപ്പോയി. ദേവന്മാർ ഇത് കണ്ട് ദേവീഗണങ്ങളുടെ മീതെ പുഷ്പവൃഷ്ടി നടത്തി. ഘോര ശബ്ദങ്ങൾ കേട്ടും ദൈത്യന്മാർ തോറ്റോടുന്നത് കണ്ടും തേജസ്വിയായ രക്തബീജൻ രോഷത്തോടെ യുദ്ധക്കളത്തിലേക്ക് ഓടിയെത്തിയല്ലോ. ദേഷ്യം കൊണ്ട് ചുവന്ന നേത്രങ്ങളുമായി ശസ്ത്രങ്ങളും എടുത്ത് തേരിൽ കയറി ദേവിയോട് പൊരുതാൻ ഞാണൊലിയിട്ടൊരുങ്ങി നിന്നു. അങ്ങനെ രക്തബീജന്റെ യുദ്ധവിസ്താരം എന്ന 28-ാം അധ്യായം നമ്മള് ഭഗവതിയുടെയും ഭഗവാന്റെയും തൃപ്പാദപത്മങ്ങൾ സമർപ്പിച്ചു. അടുത്തതായിട്ട് ശുംഭന്റെ യുദ്ധ പരിശ്രമം. പരിശ്രമം വേണം അവന് യുദ്ധം ചെയ്യാൻ. ആ രക്തബീജൻ പണ്ട് ശിവനെ തപസ് ചെയ്തൊരു വരം വാങ്ങിയിട്ടുണ്ട്. അവന്റെ ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ വരുന്നു, ഉയരും. ഓരോ തുള്ളിയിൽ നിന്നും ഭയങ്കരന്മാർ അനേകം രക്തബീജന്മാർ ജനിക്കും. ഈ വരപ്രസാദമുള്ളതുകൊണ്ട് അവന് പേടിയേയില്ല. അവൻ മഹാഗർഭിതനാണ്. അതുകൊണ്ട് തന്നെ അവൻ ദേവിയെയും കാളിയെയും നേരിടാൻ തീരുമാനിച്ചു. അവനൊരു തുള്ളി ചോര നിലത്ത് വിടാൻ നല്ലതാണ്. ഒരുപാട് അസുരന്മാർ ഉണ്ടാവുമല്ലോ. സാക്ഷന്റെ പുറത്ത് കയറി വരുന്ന വൈഷ്ണവി ദൈത്യൻ വേലുകൊണ്ട് ആഞ്ഞു നടിച്ചു. ആ വേലിനെ ദേവി തടുത്ത് തന്റെ കഥ കൊണ്ട് അവനെ നല്ലപോലെ പ്രഹരിക്കുകയും ചെയ്തു. ആ അടിയേറ്റ് അവന്റെ ദേഹത്തിൽ നിന്ന് ചോര ഒലിച്ചു വീഴുന്നത് കണ്ടാൽ ഉയരമുള്ള പർവ്വതത്തിൽ നിന്ന് ചുവന്ന ചോര ഒഴുകി വരുന്നത് പോലെ കണ്ടു നിന്നവർക്ക് തോന്നി.
അവന്റെ ദേഹത്തിൽ നിന്ന് ഉള്ള ചോര നിലത്ത് വീണപ്പോൾ അതിൽ നിന്ന് ആയിരക്കണക്കിന് രക്തബീജന്മാർ ജനിച്ചില്ലേ മൂട്ടക്കുഞ്ഞുങ്ങള്. പിന്നീട് ഐന്ദ്രിയും തന്റെ വജ്രായുധം കൊണ്ട് അവനെ താടിച്ചു. പിന്നെയും അവന്റെ ദേഹത്തിൽ നിന്ന് ചോര ഒഴുകാൻ തുടങ്ങി. ആ വീണ ചോരയിൽ നിന്ന് അനവധി രക്തബീജന്മാർ ആയുധങ്ങളുമായി ജനിച്ചു. അതാണ് ആ പേര് തന്നെ വന്നിനവന്. ബ്രഹ്മാണി തന്റെ ബ്രഹ്മദണ്ഡുകൊണ്ടും ശാങ്കരി തൃശൂലം കൊണ്ടും കൗമാരി വേലുകൊണ്ടും വാരാഹി തേറ്റ കൊണ്ടും അവനെ നേരിട്ടു. നാരസിംഹ എന്ത് ചെയ്തു എന്നോ? തന്റെ മൂർത്ത നഖങ്ങളെ കൊണ്ടും അവന്റെ ദേഹം മാന്തി പൊളിച്ചു. ദേവിയുടെ എല്ലാ ശക്തികളും അവരവരുടെ ആയുധങ്ങളെ കൊണ്ട് രക്തബീജനെ താടിച്ചപ്പോൾ രക്തബീജനും ശരങ്ങളെ കൊണ്ട് ദേവിമാരടിക്കാൻ തുടങ്ങി. അവന്റെ അസ്ത്രങ്ങളെ ഒക്കെ ദേവി ഖണ്ഡിച്ച് വിട്ടു. അവനെ അമ്പുകൾ കൊണ്ട് ശക്തിയേറിയ താടനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു. അവന്റെ ദേഹത്തിൽ നിന്ന് ചോര നിലത്ത് വീണതോടുകൂടി ആയിരക്കണക്കിൽ രക്തബീജന്മാരെ യുദ്ധക്കളത്തിൽ കാണപ്പെട്ടു. അവരെല്ലാം തുല്യ രൂപമുള്ളവരും തുല്യ പരാക്രമികളുമായിരുന്നു. യുദ്ധക്കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രക്തബീജന്മാരെ കണ്ട് ദേവന്മാർ അല്ലാതെ ഭയപ്പെട്ടു. ഇത്രയും രക്തബീജന്മാരെ എങ്ങനെ വധിക്കുമെന്നുള്ള ചിന്തയിലായി അവർ. ഒരു കാളയും ദേവിയും സപ്തമാതൃക്കളും മാത്രമുള്ള ഇവർക്ക് ഈ രക്തബീജപ്പാടയോട് ഏറ്റുമുട്ടി ജയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം ആർക്ക്? ദേവന്മാർക്ക്. ഇതിനിടയിൽ ശുംഭനും നിശുംഭനും അവരുടെ സൈന്യങ്ങളുമായി വന്നാൽ ജയം ദുഷ്കരമായി തീരും. ദേവന്മാർ എപ്രകാരം ഓരോന്ന് ചിന്തിച്ച് പരിഭ്രാന്തരായിരിക്കുമ്പോൾ ദേവി കാളിയോട് പറഞ്ഞു, ചാമുണ്ടേ, നീ നിന്റെ വായ വിസ്താരമാക്കി വെക്കുക കേട്ടോ. ഞാൻ രക്തബീജൻ അമ്പെയ്ത് വീഴ്ത്തുമ്പോൾ അതിൽ നിന്നുത്ഭവിക്കുന്ന രക്തത്തെ നിലത്ത് വീഴാൻ സമ്മതിക്കാതെ നീ കുടിക്കണം. ആ ദാനവന്മാരെ കൊന്ന് ഇഷ്ടം പോലെ ഭക്ഷിച്ചോളൂ. ഞാനും ആവുന്നത്ര ദൈത്യന്മാരെ കൊന്നുകൊള്ളാം. ഇത്തരത്തിലെ അവനെ കൊല്ലാൻ സാധ്യമാകും. ഒരു തുള്ളി ചോര നിലത്ത് വീഴാതെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ അവരെ മുഴുവൻ ഇല്ലാതാക്കി ഇന്ദ്രന് തന്റെ സിംഹാസനം തിരിച്ചു വാങ്ങിക്കൊടുത്ത് നമുക്ക് സന്തോഷത്തോടെ തിരിച്ചു പോകാം കേട്ടോ. ഈ നിശ്ചയത്തോടുകൂടി അവർ യുദ്ധക്കളത്തിലിറങ്ങി. മഹാപരാക്രമിയായ ചണ്ഡിക രക്തബീജന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന ചോര കുടിച്ചും കൊണ്ട് യുദ്ധക്കളത്തിൽ വിഹരിച്ചു. ഉലക്ക കൊണ്ടും വാളുകൊണ്ടും ദേവി അവരടിക്കുകയും കാളി അവരെയൊക്കെ ഭക്ഷണമാക്കുകയും ചെയ്തു. രക്തബീജനും തന്റെ കഥ കൊണ്ട് ദേവിയെ ഉക്കോടെ അടിച്ചു. ഈ ഒരു രക്തബീജന്റെ ചോര വീണത് വേറെ അസുരന്മാരാവില്ല. ആസുരന്മാരെ രക്തം വീണടത്തൊന്നും വേറെ അസുരന്മാരാവില്ല. രക്തബീജനും തന്റെ കഥ കൊണ്ട് ഉക്കോടെ അടിച്ചു. രക്തബീജനിൽ നിന്ന് പുറപ്പെട്ട ദൈത്യന്മാരൊക്കെ കാളി ഭക്ഷണമാക്കുകയും രക്തബീജനെ കാളി തന്റെ വാള കൊണ്ട് അരിഞ്ഞു വീഴ്ത്തുകയും ചെയ്തു. പരാക്രമിയായ രക്തബീജൻ മരിച്ചത് കൊണ്ട് ദൈത്യ സൈന്യങ്ങൾ പേടിച്ച് യുദ്ധക്കളത്തിൽ നിന്ന് പലായനം ചെയ്തു. രക്തത്തിൽ മുങ്ങിയ ഭടന്മാർ അയ്യോ അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് ആയുധം പിടിഞ്ഞ് ശുംഭന്റെ അടുത്തേക്ക് ഓടിപ്പോയി. പറഞ്ഞു, രാജൻ, രക്തബീജനെയും ദേവി വധിച്ചു കേട്ടോ. അവന്റെ ദേഹത്തിൽ നിന്ന് വീണ ചോര മുഴുവനും ചാമുണ്ടി കുടിച്ചു തീർത്തു. ദേവീവാഹനമായ സിംഹവും മറ്റു ദൈത്യന്മാരെ മുഴുവൻ വധിച്ചവരെ ഭക്ഷണമാക്കുകയും ചെയ്തു. ഈ യുദ്ധവൃത്താന്തവും അത്ഭുതാവഹമായ ദേവീചരിതവും അങ്ങേ അറിയിക്കാൻ ഓടി വന്നതാണ് ഞാൻ. രാജൻ, ദൈത്യരെ കൊണ്ടും മറ്റു രക്ഷോഗണങ്ങളെ കൊണ്ടും അവളെ യുദ്ധത്തിൽ കൊല്ലാൻ സാധ്യമല്ല. മറ്റു ദേവിമാരും അവരുടെ ആയുധങ്ങളെടുത്ത് അവരവരുടെ വാഹനങ്ങളിലേറി ഞങ്ങളോട് ഭയങ്കരമായി യുദ്ധം ചെയ്തു. നമ്മുടെ സൈന്യങ്ങളെ മുഴുവൻ അവൾ നാമാവശേഷമാക്കി. ഇത്രല്ലേ ഇപ്പൊ പറയണ്ടു. എല്ലാവരെയും തോൽപ്പിക്കാൻ അവൾ ഒറ്റക്ക് മതി. പിന്നെ ഈ ദേവിമാരുടെ സഹായം ഉണ്ടെങ്കിലുള്ള പരാക്രമം പറയേണ്ട കാര്യമുണ്ടോ? രാജൻ, മന്ത്രിമാരുമായി ആലോചിച്ച് വേണ്ടത് ചെയ്യുക. അവളോട് സന്ധി ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്ത്രീ ദൈത്യന്മാരെ മുഴുവൻ ഹനിക്കുക എന്ന കൃത്യം അത്ഭുതം തന്നെയല്ലേ? രക്തബീജനെ വധിച്ചത് അതിലും അത്ഭുതമല്ലേ? മഹാത്ഭുതം. ദേവി ദൈത്യന്മാരെ വധിക്കും, ഉറപ്പാണത്. വധിക്കപ്പെട്ടവരുടെ മാംസത്തെ മുഴുവൻ കാളി തിന്നു തീർക്കുകയും ചെയ്യും. സിംഹത്തിന് വലിയ സന്തോഷം. അത്യത്ഭുതം തന്നെ എന്നല്ലാതെ ഒന്നും പറയാനില്ല. അവളെ സേവിച്ചു നിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പാതാളത്തിൽ പോയി താമസിക്കുക. അവളെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ സാധ്യമല്ല, അത് ഉറപ്പാണ്. ഇവൾ വെറും ഒരു സ്ത്രീയല്ല, ദൈത്യവംശം നശിപ്പിക്കാൻ വന്ന മഹാമായയാണ് എന്ന് പറയുന്നു. ഇവരുടെ വാക്കേട്ട് ശുംഭൻ ദേഷ്യക്കൊണ്ട് വിറക്കുന്ന ചുണ്ടുമായി പറഞ്ഞു, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ഒളിച്ചുകൊള്ളുവിൻ. ഞാനിതാ പുറപ്പെടുകയാണ്. എനിക്ക് അവളെ ഒറ്റ പേടിയില്ല. അവളെ വധിച്ചിട്ട് ഞാൻ തിരിച്ചു വരൂ കേട്ടോ.
സുരന്മാരെ വിറപ്പിച്ച് സ്വർഗം പിടിച്ചെടുത്ത് രാജ്യം സമ്പുഷ്ടമാക്കിയ ഞാൻ ഒരു പെണ്ണിനെ പേടിച്ച് പാതാളത്തിൽ വിളിക്കുകയോ? അയ്യോ, ലജ്ജാവഹം, ലജ്ജാവഹം. ഒരിക്കലുമില്ല. രക്തബീജനെയും ദൈത്യന്മാരെയും യുദ്ധത്തിന് ഇറക്കി കൊല്ലിച്ച് ഞാൻ പ്രാണരക്ഷാർത്ഥം പാതാളത്തിൽ ഒളിക്കുകയോ? അതൊരിക്കലുമില്ല. മരണത്തെ ആർക്കും തടുക്കാൻ സാധ്യമല്ലല്ലോ. മരണത്തോടുള്ള പേടി ജന്മസിദ്ധമാണ്. എന്നാൽ ആർജിച്ച കീർത്തി വലിച്ചെറിയാൻ സാധ്യമല്ലതാണ്. ഞാൻ അതിനൊന്നും തയ്യാറല്ല. അല്ലയോ നിശുംഭ, ഞാൻ യുദ്ധത്തിന് പോവുകയാണ്. അവളെ വധിച്ച് ഞാൻ തിരിച്ചു വരും. വീരാ, നീ എന്റെ പിന്നാലെ വന്നാൽ മതി. ദൂരം പിന്നാൽ ഞാൻ അവളെ ജയിച്ച് കൂട്ടിക്കൊണ്ടുവരാം. അത് കേട്ട് നിശുംഭൻ പറഞ്ഞു, ഈ നിമിഷം ഞാൻ പോയി കാളിയെ കൊന്നുവരാം. എന്നിട്ട് അംബികയെ കൂട്ടിക്കൊണ്ടുവരാം. അങ്ങ് ക്ഷമയോടെ ഇരിക്കുക. ആ നികൃഷ്ടയെ ഓർത്ത് ചിന്താകുലനാവേണ്ട ആവശ്യമില്ല ജ്യേഷ്ഠ. ലോകം എല്ലാം കയ്യൂക്കുള്ള എനിക്ക് ആ ബാലയെ വധിക്കാൻ എന്ത് പ്രയാസം? ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം. അങ്ങ് അവളോടുകൂടി സൗഖ്യങ്ങൾ അനുഭവിച്ചു വസിച്ചാലും രാജൻ. ഞാൻ ജീവിച്ചിരിക്കെ അങ്ങ് യുദ്ധത്തിന് പോകുന്നത് യുക്തമാണോ? നിനക്ക് വേണ്ടി ഞാൻ വിജയശ്രീലാളിതനായി തിരിച്ചു വരാം. തന്റെ ജ്യേഷ്ഠനോട് ഇപ്രകാരം പറഞ്ഞ് ബലതർപ്പിതനായ നിശുംഭൻ തന്റെ തേരിൽ കയറി യുദ്ധത്തിന് പുറപ്പെട്ടു. അവന് ജയ ആശിസ്സുകൾ നേർന്ന് സ്തുതിപാഠകന്മാർ സ്തുതിക്കുകയും ചെയ്തു. അങ്ങനെ രക്തബീജവധവും യുദ്ധ ഉദ്യോഗവും എന്ന ഭാഗം 29-ാം അധ്യായം ദേവിയുടെ ഭഗവാന്റെയും പാദപത്മങ്ങളെ സമർപ്പിച്ചു. കായേന വാചാ ഇന്ദ്രിയേർവാചാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.